ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെൽ ബട്ടണും കൂടി നടിച്ചോളാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോൻ്റെ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 സബോള സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട്, മല്ലിയില നമ്മൾ കറിയുടെ അവസാനം ചേർക്കാനായിട്ട് മല്ലിയില ആക്കി വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി നന്നാക്കി സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഇട്ടത്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതല്ലാതാണ് ഇവിടെ ചേർക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്കിന്ന് ഞാൻ തന്നെയാണുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാമറ പിടിച്ചു തരാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ജോലിക്ക് പോയിക്കാണ്. ഡ്യൂട്ടി കഴിഞ്ഞ ആൾ വരണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എല്ലാവരും എന്നോട് സഹകരിക്കണം കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരുംജീരകം നന്നായി പൊട്ടി വരട്ടെ. നമ്മുടെ പെരുംജീരകം പൊട്ടിയതിന് ശേഷം ഞാൻ ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും എല്ലാം ഞാൻ നേരത്തെ കാണിച്ചു തന്ന സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ചത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഞാൻ നമ്മുടെ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറി നല്ല ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. സബോളയൊക്കെ ഇതേ വാടി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഗോൾഡൻ കളർ ആയിട്ടില്ല. അപ്പം നമുക്ക് ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് നന്നായി ഇതേ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് ഇടയ്ക്ക് കരി മറ്റേ അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കും. അപ്പോൾ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. സബോളയ്ക്ക് നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളെല്ലാതും പച്ചമണം മാറി നന്നായി മൂത്ത് വരുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുളകുപൊടി എല്ലാതും നമ്മുടെ പൊടികളെല്ലാതും പച്ചമണമൊക്കെ മാറി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പരുവാകുമ്പോൾ വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വാടി വരട്ടെ കേട്ടോ. തക്കാളി എല്ലാം വാടി ഇതേപോലെ കുഴഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഴുകി വരി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചിക്കൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കറികളിലേക്ക് ആ മുളകൊക്കെ നന്നായി പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ആ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്കിതിൽ ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിയായിട്ട് വെച്ചത് കൊണ്ടാണ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് വെള്ളം തെളിച്ചാൽ മതി. അപ്പോൾ ചിക്കനത്തെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നോളും. അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ആദ്യം കൂടുതലായിട്ട് തീ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ലോലാക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ കറിയൊക്കെ തിളച്ചെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇളക്കി ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ പറഞ്ഞ പോലെ കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും.
പിന്നെ ഈ തിളച്ച് കഴിയുമ്പോൾ വേണം നമ്മൾ ഇതിൽ ഉപ്പ് നോക്കാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് പോരായി വരാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ ഒരു കഷ്ണം ഞാൻ നന്നാക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിട്ട് നന്നാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതെല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതെ ഉരുളക്കിഴങ്ങ് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായി ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. കറിയെല്ലാം പാകമായെന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മൂടിയൊക്കെ തുറന്നിട്ട് ചിക്കൻ എല്ലാതും വെന്തോ, നല്ല ഉപ്പുണ്ടാ, ഉരുളക്കിഴങ്ങ് വെന്താ, അടി പിടിച്ചിട്ടുണ്ടാ എന്നല്ലാതെ നമ്മൾ നോക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വെന്തോന്ന് നോക്കട്ടെ കേട്ടോ. ചിക്കൻ എല്ലാതും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പും പാകത്തിനാണ്. അപ്പോൾ ഇതിലെ ചാറൊക്കെ ഒന്ന് വറ്റാനായിട്ട് തുറന്ന് വെച്ച് വേവിക്കുക കേട്ടോ. ചിക്കനിലത്തെ ചാറൊക്കെ കുറുകി വന്ന് എണ്ണയൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കണം കേട്ടോ. അതിന് മുന്നേ നമ്മൾ കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം തുണ്ട് വേപ്പിൻ്റെ ഇലയും ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം സ്റ്റവ് ഓഫാക്കി ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.